ലോകം പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് ട്രംപ് പുടിൻ കൂടിക്കാഴ്ച. വർഷങ്ങളായി നീളുന്ന യുക്രൈൻ റഷ്യ യുദ്ധത്തിന് അറുതി വരുത്താൻ ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയുണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ കാര്യമായ പുരോഗതിയൊന്നും ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിൽ ഉണ്ടായില്ല. പന്ത് യുക്രൈന് കൈമാറി ട്രംപ് സേഫായി. ട്രംപ് യുക്രൈനെ കൈയൊഴിഞ്ഞെന്നും വിലയിരുത്തൽ പിന്നാലെ വന്നു. കഴിഞ്ഞ ദിവസം യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയ്ക്കിടെ 40 മിനിറ്റോളം പുടിനുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചതായും റിപ്പോർട്ടുകൾ വന്നു. എന്നാൽ ഈ കൂടിക്കാഴ്ചയിലും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള മാർഗമൊന്നും ഉരുത്തിരിഞ്ഞു വന്നില്ല. അതിനിടയിൽ വരുന്ന വാർത്തകൾ ആശ്വാസം നൽകുന്നതുമല്ല. സമാധാന ചർച്ചകൾക്കിടയിലും യുക്രൈനിൽ വൻ വ്യോമാക്രമണവുമായി റഷ്യ മുന്നോട്ടു പോകുന്നു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ യുഎസിൽ നടക്കുന്നു. അതിനിടയിൽ റഷ്യ ആക്രമണം തുടരുന്നുവെന്ന് യുക്രൈൻ കുറ്റപ്പെടുത്തി. ഒറ്റ രാത്രി കൊണ്ട് 270 ഡ്രോണുകളും 10 മിസൈലുകളുമാണ് യുക്രൈനിലേക്ക് റഷ്യ തൊടുത്തുവിട്ടത്. യുക്രൈനിലെ മധ്യ പോൾട്ടാവ മേഖലയിലെ ഊർജ്ജ പ്ലാന്റുകൾ ലക്ഷ്യമിട്ടാണ് റഷ്യ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ വലിയ തീപിടുത്തങ്ങൾ ഉണ്ടായതായി യുക്രൈൻ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. യുക്രൈനിലെ ഏക എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന മേഖലയാണിത്. ഈ മാസത്തെ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ഇത്. ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ ചർച്ചകൾക്കായി വൈറ്റ് ഹൗസിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെയും യൂറോപ്യൻ നേതാക്കളെയും വിളിച്ചു ചേർത്തിരുന്നു. ഇതിനുശേഷമായിരുന്നു റഷ്യ ആക്രമണം നടത്തിയത്. അതിനിടെ പുടിനെ വിമർശിച്ച് ട്രംപും രംഗത്ത് വന്നു. പുടിൻ സമാധാനം ആഗ്രഹിക്കുന്നില്ലെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. ഒരു TV അഭിമുഖത്തിലാണ് ട്രംപിൻ്റെ പരാമർശം. പുടിൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വ്യക്തമാകും. സമാധാന കരാറിന് പുടിൻ തയ്യാറായില്ലെങ്കിൽ കഠിനമായ സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. സെലൻസ്കിയുമായി നേരിട്ടുള്ള ചർച്ചയ്ക്ക് പുടിൻ സന്നദ്ധത അറിയിച്ചെന്ന് നേതാക്കൾ പറഞ്ഞിരുന്നു. വൈറ്റ് ഹൗസ് ഉച്ചകോടി സമാധാനത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പായി സെലൻസ്കിയും വിശേഷിപ്പിച്ചിരുന്നു. അതിനിടെ സമാധാന കരാർ സംബന്ധിച്ച ചർച്ചകൾക്കായി റഷ്യ യുക്രൈൻ US ത്രികക്ഷി സമ്മേളനത്തിന് ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റ് വേദിയാകാൻ US ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു. രാജ്യാന്തര മാധ്യമമായ പൊളിറ്റിക്കോയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. US-ൻ്റെ രഹസ്യ സർവീസാണ് കൂടിക്കാഴ്ചയുടെ തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. ജർമ്മനി, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാഷ്ട്ര നേതാക്കളുടെ സാന്നിധ്യത്തിൽ തിങ്കളാഴ്ച വൈറ്റ് ഹൗസിൽ നടന്ന ട്രംപ് സെലൻസ്കി ചർച്ചയിലാണ് ഈ തീരുമാനമുണ്ടായത്. അതിനുശേഷമാണ് റഷ്യ യുക്രൈൻ US ത്രികക്ഷി സമ്മേളനം നടത്തുന്നത്.